കേരളം ആധുനികതയിലേക്ക് 10ാം ക്ലാസ് ചാപ്റ്റർ 8. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെയിൻഹോവ്. ആരാ? വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെയിൻഹോവ്. പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം 1663. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741. അപ്പോൾ കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. നടന്ന വർഷം 1741. കുളച്ചിൽ യുദ്ധം നടന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചിൽ യുദ്ധം നടന്നത്? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ആരാ? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. അതിൻ്റെ അർത്ഥം വ്യക്തമായ വിജയം. എന്താണ്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കറാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്ത വർഷം 1615. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്ത വർഷം 1615. പാണ്ഡികശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലങ്ങൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. എന്താണ്? പാണ്ഡികശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരസ്ഥമാക്കിയ സ്ഥലങ്ങൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആരാ? ആറ്റിങ്ങൽ റാണി. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച ഈ സംഭവം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം എന്നാണ്. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഈ സംഭവം അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. അപ്പോൾ സംഘടിതമായ കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ഏതാ? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏതാ? ശ്രീരംഗപട്ടണം സന്ധി. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധി എന്നായിരുന്നു? 1792. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് ആരൊക്കെയാ? മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായത് 1792. എന്താ? കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതമായത് 1792. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി 1795 ഉടമ്പടിയാണ്. ഏതാ? തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കാൻ കാരണമായ ഉടമ്പടി 1795 ഉടമ്പടി. കുണ്ടറ വിളംബരം നടത്തിയതാരാ? വേലുത്തമ്പിദളവ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പിദളവ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പൈച്ചി രാജ എന്നും കൊട്ടോട്ട് രാജ എന്നും. പേരിൽ അറിയപ്പെടുന്നത് ആരാ? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പൈച്ചി രാജ എന്നും കൊട്ടോട്ട് രാജ എന്നും. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം. അപ്പോൾ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം.
ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജ ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു? മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു. പഴശ്ശിരാജാവ് ഏത് കുടുംബത്തിലെ അംഗമായിരുന്നു? മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ച നേതാക്കളാണ് ചെമ്പൻ പോക്കറും കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിഞ്ച നേതാവായ തലക്കൽ ചന്തു. ഇത് PSCന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച നേതാക്കൾ ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിഞ്ച നേതാവായ തലക്കൽ ചന്തു. പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് 1805 നവംബർ 30. ഇതും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പോരാട്ടത്തിനിടയിൽ പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടതെന്ന 1805 നവംബർ 30. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച്. പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ വെച്ചിട്ട്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ. ബ്രിട്ടീഷുകാർ പാലിത്തച്ചനെ നാടുകടത്തിയത് എങ്ങോട്ടാ? മദ്രാസിലേക്ക്. ബ്രിട്ടീഷുകാർ പാലിത്തച്ചനെ നാടുകടത്തിയത് മദ്രാസിലേക്ക്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് 1861 ബേപ്പൂർ മുതൽ തിരൂര് വരെ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് 1861 ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയമിച്ച കമ്മീഷൻ ആരാണ്? വില്യം ലോഗൻ കമ്മീഷൻ അല്ലേ? മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നതെന്ന 1865. തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിക്കാൻ കാരണമായ നിയമം 1896 പാസാക്കിയ ജമ്മിക്കുടിയാൻ നിയമം. അപ്പോൾ ജമ്മിക്കുടിയാൻ നിയമം എന്ന 1896 പാസാക്കിയ ജമ്മിക്കുടിയാൻ നിയമം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിക്കാൻ കാരണമായ നിയമമാണ് 1896 പാസാക്കിയ ജമ്മിക്കുടിയാൻ നിയമം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. ആരുടെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിച്ചത്? കൊനോലിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിച്ചത്. കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? നിലമ്പൂരിലാണ്. കേരളത്തിൽ വെളിച്ചെണ്ണ വ്യവസായത്തിന് കേന്ദ്രം ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് 1859. ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എന്ന വർഷം 1859 ആലപ്പുഴയിൽ. കശുവണ്ടി ഫാക്ടറിയുടെ കേന്ദ്രമായി വളർന്നു വന്നത് കൊല്ലം. കശുവണ്ടി ഫാക്ടറിയുടെ കേന്ദ്രമായി വളർന്നു വന്നത് കൊല്ലം. ബീഡി വ്യവസായത്തിൻ്റെ കേന്ദ്രമായി വളർന്നു വന്നത് കണ്ണൂർ. അപ്പോൾ കശുവണ്ടി ഫാക്ടറിയുടെ കേന്ദ്രമായി വളർന്നു വന്നത് കൊല്ലവും ബീഡി വ്യവസായത്തിന് കേന്ദ്രമായി വളർന്നു വന്നത് കണ്ണൂരും. ഓട്ടു കമ്പനികൾ സ്ഥാപിതമായത് ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. അഥവാ ഒല്ലൂർ എവിടെയാണ്? തൃശ്ശൂരിലാണ്. അപ്പോൾ ഓട്ടു കമ്പനികൾ സ്ഥാപിതമായത് ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടും. ഇതും PSCക്ക് ചോദിക്കും. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടുമാണ്. അടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട വ്യവസായശാലകൾ. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. കളമശ്ശേരിയിലെ ഫാക്ടറി എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ആണ് തിരുവനന്തപുരം. നമ്മൾ റബ്ബർ കാണുമ്പോൾ വേഗം കോട്ടയം അടിക്കും. പക്ഷേ റബ്ബർ വർക്ക്സ് എവിടെയാ? തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമില്ലും കൊച്ചി. ടാറ്റ ഓയിൽ മിൽസും അളഗപ്പ തുണിമില്ലും കൊച്ചി. റബ്ബർ വർക്ക്സ് ചോദിച്ചാൽ തിരുവനന്തപുരം. കുണ്ടറ സിറാമിക്സ് കൊല്ലം. കളമശ്ശേരി ഫാക്ടറി എറണാകുളം. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ഏതാ? നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരാ? ഡോക്ടർ ആൻഡലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. നമുക്ക് തിരിഞ്ഞു പോണ ഒരു ക്വസ്റ്റ്യനാണ്. വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആൻഡലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ്
സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. നിഘണ്ടു ആണെങ്കിൽ ആരാ? അർണോസ് പാതിരിയാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആണെങ്കിൽ ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം ആണെങ്കിൽ ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ട്. മലയാളം ഇംഗ്ലീഷ് ആകുമ്പം ഹെർമൻ ഗുണ്ടർട്ടും ഇംഗ്ലീഷ് മലയാളം ആകുമ്പം ബെഞ്ചമിൻ ബെയ്ലിയും. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജസമാചാരം, പശ്ചിമോദയം എന്നിവ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട്. ഏതൊക്കെയാ? മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജസമാചാരവും പശ്ചിമോദയം എന്നിവ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട്. അടുത്തത് മിഷനറി സംഘം പ്രവർത്തന മേഖല. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS തിരുവിതാംകൂറിലാണ്. എവിടെയാ? LMS ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ് LMS. അത് പ്രവർത്തന മേഖല തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റി CMS അത് കൊച്ചിയും തിരുവിതാംകൂറും. ചർച്ച് മിഷൻ സൊസൈറ്റി CMS എവിടെയാ? കൊച്ചിയും തിരുവിതാംകൂറും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM അതെവിടെയാ? മലബാറിൽ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതിബായ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചവരാണ് റാണി ഗൗരി പാർവതിബായി. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് എവിടെയാ? മലബാറിൽ. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിൽ. തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കാൻ കാരണമായത് മക്കത്തായ സമ്പ്രദായം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണർക്ക് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇപ്രകാരം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രവർത്തനങ്ങൾ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. അപ്പോൾ സമത്വ സമാജം ആരാ? വൈകുണ്ഠസ്വാമികൾ. വർഷം എന്ന 1836 സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ കുടുംബ വ്യവസ്ഥ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ഏതൊക്കെയാ? കുടുംബ വ്യവസ്ഥ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയത് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP അത് 1903. കുര്യാക്കോസ് ഏലിയസ് ചാവറയച്ചൻ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയസ് ചാവറ എന്താണ്? അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം. വാഗ്ബടാനന്ദൻ എന്താ? ആത്മവിദ്യാ സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താ? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം ആരാ? സഹോദരൻ അയ്യപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം ആരാ? പണ്ഡിറ്റ് KP കറുപ്പൻ. മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. മന്നത്തു പത്മനാഭൻ എന്താ? നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരാ? കുമാരഗുരുദേവൻ. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രൻ തിരുനാൾ മഹാരാജാവ്. അപ്പോൾ ചാന്നാർ ലഹള നടന്ന വർഷം എന്ന 1859 അല്ലേ? 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചതാരാ? ഉത്രൻ തിരുനാൾ മഹാരാജാവ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും ഉത്ബോധിപ്പിച്ചത് ആരാ? ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലാണ്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ദൈവദശകം ശ്രീനാരായണ ഗുരു.
അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവനു സുഖത്തിനാവരണം. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ? ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്തു പത്മനാഭനാണ്. അപ്പം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ നടത്തിയതാണ് മന്നത്തു പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാ? എ കെ ജി അഥവാ എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റ നേതാവാണ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ നേതാവാരാ? പി കൃഷ്ണപിള്ള. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട് വെച്ചിട്ടാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബസൻ്റാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആരാ? ആനി ബസൻ്റ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിലാണ്. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരി. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920-ലാണ്. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. അപ്പം കട്ടിലാണ് ആരിയ്ക്കുക? പ്രസിഡന്റ് ഇരിക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാ? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിൽ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാപം. ഏതൊക്കെ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921-ലാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ആരാ? നിയമലംഘന പ്രസ്ഥാനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറിയത് 1934-ലാണ്. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറിയത് 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം 1939. ഇതൊക്കെ പി എസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ, നോട്ട് ചെയ്യണേ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം 1939. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നവർ EMSഉം AKGയും പി കൃഷ്ണപിള്ളയുമാണ്. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ EMSഉം AK ഗോപാലനും പി കൃഷ്ണപിള്ളയും. ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ്. ഏതാ? ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ്. കെ.ബി. മേനോന്, കുഞ്ഞിരാമക്കിടാവ് എന്നിവർ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടതാണ്. കെ.ബി. മേനോനും കുഞ്ഞിരാമക്കിടാവ് എന്നിവർ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കീഴറിയൂർ ഏതു ജില്ലയിലാണ്? കോഴിക്കോട് അല്ലേ? അതിലെ ഉണ്ട് കാ എല്ലാം കായാണ്. കെ.ബി. മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവർ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴറിയൂർ. അതിലും കാണ്ട്. കീഴറിയൂർ ബോംബ് കേസ്. കീഴറിയൂർ ഏത് ജില്ലയിലാണ്? അതും കാണ്, കോഴിക്കോട്. 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. എന്താ? 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്.
ഇതിന് കാരണം അല്ലേ, പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം എന്താണ്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയത് 1897 അമരാവതി സമ്മേളനത്തിലാണ്. സി ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയത് 1897 അമരാവതി സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെച്ചത് സി ശങ്കരൻ നായരാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗം രാജിവെച്ചത് സി ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായരാണ് അല്ലേ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാ? സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് അല്ലേ. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാ? ഹിച്ച്കോക്ക്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. എന്താ മലയാളി മെമ്മോറിയൽ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 അല്ലേ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്നാൽ 1891. പക്ഷേ 1896 ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരാ? ഡോക്ടർ പൽപ്പു. അപ്പോൾ ഈഴവ സമാജം എന്നായിരുന്നു 1896 ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പം തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാട് കടത്തിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. എന്താണ്? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. ആരൊക്കെ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് പട്ടംതാണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? പട്ടംതാണുപിള്ള. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ആരാ? ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടക്കയിലും പാങ്ങോട്ടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വതന്ത്ര സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയും ചെയ്തു. ഇപ്രകാരം പറഞ്ഞത് C കേശവനാണ്. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936. അപ്പോൾ ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം 1936. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായത് 1941. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് S നീലകണ്ഠ അയ്യരും VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് S നീലകണ്ഠ അയ്യറും VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് E ഇക്കണ്ട വാര്യരും പനമ്പിള്ളി ഗോവിന്ദ മേനോനും K അയ്യപ്പനുമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് E ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നത് 1931. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നത് 1931.
കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് വടകരയിലാണ്. വടകര സമ്മേളനം നടന്നത് 1931. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ.വി. കുട്ടിമാളു അമ്മ. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ.വി. കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാനും ആനി മസ്കിനും. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാ? അക്കമ്മ ചെറിയാനും ആനി മസ്കിനും. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ മലബാറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് എ.വി. കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാനും ആനി മസ്കിനും. അപ്പോൾ മലബാറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എ.വി. കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് അക്കമ്മ ചെറിയാനും ആനി മസ്കിനും. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷന്റെ അധ്യക്ഷനാണ് കെ കേളപ്പൻ. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി നിലയിൽ വന്നത് 1949 ജൂലൈ 1. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി നിലയിൽ വന്നത് 1949 ജൂലൈ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS ആണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിക്കുന്ന ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് 56 നവംബർ 1. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഏതൊക്കെയായിരുന്നു? തോവള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോടാണ് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തതെന്ന് ചോദിച്ചാൽ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ താലൂക്കുകളാണ് കേരളത്തിൽ കൂട്ടിച്ചേർത്തത് ചോദിച്ചാൽ കാസർഗോഡും ഹോസ്ദുർഗും. കാസർഗോഡും ഹോസ്ദുർഗുമാണ് കേരളത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്.